ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അല്ലെ, അങ്ങനെ നമ്മുടെ അലീനയുടെ ശുശ്രൂഷയായിരുന്നു മൊത്തം. നമ്മുടെ അലീനയുടെ ശുശ്രൂഷ കണ്ടിട്ട് ബബിതയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം അലീനയോട് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഏതായാലും അലീനയ്ക്ക് നമ്മുടെ ബബിതയുടെ ആ ഒരു ഡ്രസ്സ് കൊണ്ട് കൊടുത്ത ഒരു സീനൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കുന്ന ഒരു സീനൊക്കെ തന്നെയായിരുന്നു. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രോഹിത്തിന് കഞ്ഞിയൊക്കെ വാരി കൊടുത്തു. അതൊക്കെ ഏകദേശം കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ കൂടെ ഞാനുണ്ട്. നീ എന്ത് തെറ്റ് ചെയ്താലും നിന്റെ കൂടെ ഞാനുണ്ട്. നീ അത് ഓർത്തോ. നിന്നെ വേറെ ആര് വേണ്ടെന്ന് വെച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ രോഹിത്തിന് വല്ലാത്തൊരു സന്തോഷമല്ല, മനസ്സിലൊരു സമാധാനം ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ രോഹിത്തിനോട് പറയുന്നുണ്ട്, പഴയ രോഹിത്തിൽ നിന്നും നീ ഒത്തിരി മാറിക്കഴിഞ്ഞു, ഇനിയും നീ കുറെ മാറാനുണ്ട്. അങ്ങനെ മാറണം. സഹോദരിയുടെ വിലയും അമ്മയുടെ വിലയും അച്ഛന്റെ വിലയും അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരുടെ വിലയും എല്ലാവരും ഒരു സ്ഥാനത്ത് നീ നിർത്തണം. അല്ലാതെ ഒരിക്കലും ഒരാൾക്കും മുൻതൂക്കം കൊടുക്കാൻ പാടില്ല. കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ സ്ഥാനവും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവരുടെ സ്ഥാനവും ഒക്കെ തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതായത് രോഹിത് പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും രോഹിത്തിന്റെ കണ്ണുകളിലുണ്ട് അലീന പറയുന്നതെല്ലാം രോഹിത്തിന് കേൾക്കുന്നുണ്ട്. അലീന എന്തോ രോഹിത്തിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ രോഹിത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം രോഹിത് അലീനയെ മാത്രമാണ് ആ റൂമിൽ കയറ്റുകയും ആ റൂമിൽ അലീന വന്നിരിക്കുമ്പോൾ മാത്രമാണ് രോഹിത് കുറച്ച് എന്താ പറയാ നല്ല രീതിയിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ മാത്രമല്ല നമ്മുടെ ബബിതയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ വില എന്താണെന്ന് ബബിത ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം ഈ ഒരു ഡ്രസ്സൊക്കെ നമ്മുടെ അലീന ഇട്ടു കേട്ടോ. ബബിത കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടു. അതൊക്കെ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമൊക്കെ ആയി. ഏതായാലും ബബിത കൊടുക്കുന്നതല്ല, അതിപ്പം എന്ത് മുഷിഞ്ഞ ഡ്രസ്സ് ആണെങ്കിൽ കൊടുക്കും, അങ്ങനെ ഒരു മനസ്സ് കാണിച്ചല്ലോ എന്നോർത്ത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് നമ്മുടെ അലീന എന്താണോ ചെയ്യുന്നത്, അലീന നേരെ പോയി നമ്മുടെ ബ്രിജിത്താമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അലീനയുടെ റൂമിനകത്ത് ഫോട്ടോ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ അലീന പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബ്രിജിത്തമ്മയോട് പറയാണ്, എനിക്ക് എന്റെ സഹോദരങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി. അതുപോലെ ഇനി എൻ്റെ അമ്മയുടെ സ്നേഹം മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. ഒരു അച്ഛനില്ലാത്ത എനിക്ക് അച്ഛന്റെ സ്നേഹവും സഹോദരങ്ങളുടെ സ്നേഹവും ഒക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി. ബ്രിജിത്താമ്മ പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ തന്നെയാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഒരിക്കലും ആരുടെ കയ്യിൽ നിന്നും ഒന്നും ഞാൻ പിടിച്ചു പറിക്കുന്നില്ല. സ്നേഹമാണെങ്കിൽ കൂടി അതൊന്നും ഞാൻ പിടിച്ചു പറിക്കുന്നില്ല. എല്ലാം എൻ്റെ ബ്രിജിത്താമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ മുന്നോട്ടേക്കൊക്കെ പോയത്. ഏതായാലും ബ്രിജിത്താമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ എനിക്ക് ഒരുപാട് നല്ലതായിട്ട് വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബ്രിജിത്താമ്മയുടെ മുമ്പിൽ വന്ന് പൊട്ടി കരയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ കൃഷ്ണമോൾക്ക് ഭയങ്കര അതിശയമായി പോയിട്ടോ. കൃഷ്ണമോൾക്കും ബബിത ആ ഒരു ഡ്രസ്സ് കൊടുത്ത കാര്യവും അല്ല, നമ്മുടെ അലീന ആ ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ഈ ഡ്രസ്സ് ബബിതേച്ചിയുടെ ഡ്രസ്സ് ആണല്ലോ എന്ന് കൃഷ്ണമോള് ചോദിക്കാം. അപ്പം കൃഷ്ണമോളോട് അലീന പറഞ്ഞു, അതെ ബബിത എനിക്ക് തന്നാന്ന് പറഞ്ഞപ്പോ അയ്യോ അത് ഭയങ്കര അതിശയമായി പോയല്ലോ. ബബിത ചേച്ചിയുടെ ഡ്രസ്സ് അലീന ചേച്ചിക്ക് തന്നെന്നോ? അതെ എനിക്ക് ഇത് തന്നതാ. അവനിന്ന് ഒരുപാട് ഒമിറ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പം അങ്ങനെ ദേഹത്തൊക്കെ മുഷിഞ്ഞ ഇതൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തന്ന ഡ്രസ്സ്, അവൾ എനിക്ക് ഡ്രസ്സ് തന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴും തന്നെ നമ്മുടെ കൃഷ്ണമോൾക്കും ഇപ്പം ബബിതയിലുണ്ടായ മാറ്റം എത്രത്തോളം ആണെന്ന് മനസ്സിലായി തുടങ്ങി. ബബിത ഫുള്ളായിട്ട് മാറി കേട്ടോ. കാരണം അലീന ആരാണ്, അലീന എന്താണ്, ഇനിയിപ്പം നമ്മുടെ വൈജയനെ സ്നേഹിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം വൈജയ് ഇപ്പം ആ പിള്ളേരുടെ അടുത്ത് ഒത്തിരി നാൾ കൂടി വന്നിട്ട് പോലും ഒരു അമ്മ കൊടുക്കേണ്ട സ്നേഹം വൈജയ് കൊടുക്കുന്നില്ല. ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ട് അവരോടൊക്കെ സംസാരിക്കുന്നത്. എന്താ പറയുക, ഈ പട്ടാളച്ചിട്ട എന്നൊക്കെ പറയൂലേ, അപ്പൊ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബബിതയ്ക്കൊക്കെ അറിയാം, മനസ്സിലായി തുടങ്ങി അലീന എന്താണ്, വൈജയ് എന്താണ്, ബാലചന്ദ്രൻ ആരാണ് എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പം ഏതായാലും ഇവരും മനുഷ്യരൊക്കെ തന്നെയല്ലേ, മനുഷ്യനല്ലേ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബബിതയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. അങ്ങനെ അലീനയ്ക്കല്ല കൃഷ്ണമോൾക്കും ഒരുപാട് സന്തോഷമാവാണ്. ചേച്ചി എന്തായാലും ബബിതേച്ചി മാറിയല്ലോ, ഈ ചേച്ചീനെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കത്തുള്ളൂ. ഇല്ലാതെ ഒരിക്കലും ബബിതേച്ചിയുടെ സ്വഭാവം ഒന്നും മാറുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അമ്മ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ തന്നെ ഇപ്പം അലീന ചേച്ചിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ലേ. ഞാൻ അലീന ചേച്ചിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്
എന്റെ അച്ഛൻ പറഞ്ഞതിൽ പിന്നെ അല്ലേ, അച്ഛന് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതിൽ പിന്നെ അല്ലേ അലീന ചേച്ചി എനിക്ക് ഇഷ്ടമായത്. പക്ഷെ അതുപോലെ അല്ലല്ലോ ഭവി ചേച്ചിക്ക് ഇതേ ഇപ്പം അലീന ചേച്ചിയുടെ ഈ ഒരു സ്വഭാവം ഒക്കെ കണ്ടിട്ട് അലീന ചേച്ചിയുടെ ഒരു ബഹുമാനവും ഒരു എന്താ പറയാ ഒരു ഭക്തി ഒരു ആരാധനയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അലീന ചേച്ചിയുടെ മിടുക്ക് തന്നെ അലീന ചേച്ചി എന്നും പറയുന്നുണ്ട്. മാത്രമല്ല എന്റെ ആങ്ങളേനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത്, എന്റെ ആങ്ങളാന്നല്ല കേട്ടോ, നമ്മുടെ ആങ്ങളേനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് അലീന ചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അമ്മയുടെ സ്ഥാനവും കൂടി അലീന ചേച്ചി തരുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. ഇന്ന് കൃഷ്ണമോൾ അലീനെ കെട്ടിപ്പിടിക്കുന്നു, അലീനെ കൃഷ്ണമോളെ കെട്ടിപ്പിടിക്കുക, അങ്ങനെ ഒരു ചെറിയൊരു ഇമോഷണൽ ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലെത്തിയല്ലോ. ബാലചന്ദ്രൻ വീട്ടിൽ വന്നായിരുന്നല്ലോ അല്ലെ, സോറി, ബാലചന്ദ്രൻ റൂമിനകത്ത് തന്നെയായിരുന്നു. ഇപ്പൊ ബാലചന്ദ്രൻ റൂമിനകത്തിരിക്കുന്നു, അലീന ഇവിടെ നമ്മുടെ രോഹിത്തിനെ ശുശ്രൂഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പം ബാലചന്ദ്രൻ അറിയത്തില്ലല്ലോ നമ്മുടെ അലീനയോട് രോഹിത്തിന് ഒരു ചെറിയൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയത്തില്ല. പക്ഷെ കൃഷ്ണമോൾക്കും ഈ പറയുന്ന നമ്മുടെ ബബിതയ്ക്കൊക്കെ അറിയാം. അങ്ങനെ കൃഷ്ണമോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അച്ഛാ ഒരു സൂത്രം കാണിക്കാം, ഒരു കാര്യം കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പം ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അലീന ആ ഒരു സമയത്ത് തന്നെയാണ് രോഹിത്തിന് ഭക്ഷണം വാരി കൊടുക്കുന്നത്. സ്പൂണും കൊണ്ട് കഞ്ഞി അങ്ങോട്ട് കുറച്ച് വാരി കൊടുക്കുകയാണ്. ആദ്യമൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ കൃഷ്ണമോള് ഇതിനിടയ്ക്ക് ഒരു സീൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഏതായാലും ആ സീൻ പറഞ്ഞിട്ട് അടുത്ത ഈ സീൻ നമുക്ക് തുടരാമേ. കൃഷ്ണമോള് നമ്മുടെ രോഹിത്തിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. രോഹിത്തേട്ടൻ അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. രോഹിത്തേട്ടൻ നിരപരാധിയൊക്കെയാണ്. അത് ആ പെങ്കൊച്ചിന് പറയാൻ തോന്നിയത് എങ്ങനെയാണെന്ന് അറിയാമോ? രോഹിത്തേട്ട ആ പെങ്കൊച്ചിന് അത് പറയാൻ തോന്നി, ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ചിന് അത് പറയാൻ തോന്നിയത് അലീന ചേച്ചി കാരണമാണ്. അലീന ചേച്ചി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിയാമോ? അലീന ചേച്ചി അല്ല സത്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്, പക്ഷെ ഈ പ്രശ്നത്തിനൊക്കെ കാരണക്കാരി അലീന ചേച്ചിയാണ്. കാരണം അലീന ചേച്ചി ഒരു ദിവസം ഇവിടുന്ന് ശരണ്യനെ കാണാൻ പോയി. അന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് അലീന ചേച്ചിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ തുടങ്ങി. എന്നിട്ട് ആരോ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നാണ് അലീന ചേച്ചിനെ രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല അലീന ചേച്ചി വീണ്ടും അത് തുടർന്നു. കാരണം അത് അലീന ചേച്ചി അവസാനിപ്പിച്ചില്ല. വീണ്ടും അലീന ചേച്ചി എന്ത് ചെയ്തു, അത് തുടർന്നിട്ട് അലീന ചേച്ചി വീണ്ടും അവരെ പോയി കണ്ടുകൊണ്ടിരുന്നു. ആ കുടുംബക്കാരുമായിട്ട് ഒരു എന്താ പറയാ ഒരു സൗഹൃദമായി. അതുപോലെ ശരണി ചേച്ചിയൊക്കെ ആയിട്ട് സൗഹൃദമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ജസ്റ്റ് ഒന്ന് എങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ സത്യമൊക്കെ പറഞ്ഞു. ശരണ്യ ഈ സത്യമൊക്കെ അലീന ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളും ഏട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞത്. അല്ലാതെ ഒരിക്കലും ആ പെങ്കൊച്ച് സ്വയമേ വന്ന് കോടതിയിൽ പറയാനോ ഒന്നും യാതൊരു വഴിയില്ല. കാരണം അത് അത്രയ്ക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഉള്ളത്. അലീന ചേച്ചി ചെന്ന പതിയെ ആ ചേച്ചിനെ റിക്കവർ ചെയ്തോണ്ട് വന്നത്. ഈ പറയുന്ന ആ ചേച്ചിയും അതുപോലെ തന്നെ രോഹിത്തേട്ടനും ഒരേ രീതിയിൽ വഞ്ചിക്കപ്പെട്ടവരല്ലേ. ഈ ഒരു കുടുക്കിൽ കൊണ്ടുപോയി ഹരിയേട്ടൻ എന്റെ ഏട്ടനെ ഇട്ടെങ്കിൽ അതേ കുടുക്കിൽ കൊണ്ടുപോയി തന്നെയല്ലേ സ്വന്തം കാമുകീനെ ഹരിയേട്ടൻ ഇട്ടത്. അപ്പൊ നിങ്ങൾ രണ്ടും ഒരേ രീതിയിൽ വഞ്ചിക്കപ്പെട്ടവരാണ്. ഒരിക്കലും ഏട്ടൻ പ്രതിയല്ല. അത് തെളിയിച്ചത് അലീന ചേച്ചി തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അലീന ചേച്ചിയോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. അലീന ചേച്ചി പാവമാണ്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അലീന ചേച്ചിനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അലീന ചേച്ചി ആരാ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അലീന ചേച്ചീനെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ഈ വീട്ടിലെ എല്ലാ പണികളും ഒക്കെ ചെയ്ത് ഏട്ടനെ നോക്കുന്നത്. ഏട്ടനെ അറിയാലോ, ഏട്ടൻ ഇങ്ങനെ വയ്യാണ്ട് കിടന്ന് വൊമിറ്റൊക്കെ ചെയ്ത് ഇവിടെ മൊത്തമായി വൃത്തികേടായി എല്ലാം ചെയ്ത് ആ ഒരു സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? നമ്മുടെ അമ്മ ചെയ്യുന്നു തോന്നുന്നുണ്ടോ ഇതുപോലെയൊക്കെ? ഒരിക്കലും ഇല്ല. നമ്മുടെ അമ്മ പോലും ചെയ്യാത്ത കാര്യം അലീന ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ അലീന ചേച്ചി ഗ്രേറ്റ്, അലീന ചേച്ചി പെർഫെക്റ്റ് ആണ്. അലീന ചേച്ചി ആരാ? നമുക്ക് നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അലീന ചേച്ചിനെ അവഗണിക്കരുത് എന്ന് നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്തിന് എന്താ ശരിയാണ്. മാത്രമല്ല ബബിതയും അലീനയുടെ വശത്തായി, അലീനയെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ നമ്മുടെ രോഹിത്തിന് അതിശയമായി പോയി. മാത്രമല്ല ഇതെല്ലാം നമ്മുടെ രോഹിത് കാണുന്നുണ്ടല്ലോ. ആദ്യം കഞ്ഞി കൊണ്ടു കൊടുക്കുന്നു, പിന്നെ വലിച്ചെറിയുന്നു, വീണ്ടും കൊണ്ടു കൊടുക്കുന്നു. നമുക്കാണെങ്കിൽ തന്നെ ദേഷ്യം വരൂലേ? ഒരു പ്രാവശ്യം കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു, 3ാമത്തെ പ്രാവശ്യം എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചെടുത്തെറിയും. അപ്പൊ ആ ഒരു ഇതില് നിൽക്കേണ്ട ഒരാള് നമ്മുടെ അലീന അത്രയ്ക്ക് ക്ഷമയോടുകൂടി ക്ഷമിച്ച് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ രോഹിത്തിന് തന്നെ തോന്നി അലീന ആരാണ്, അലീന എന്താണ്, അലീന സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പം അതൊക്കെയാണ് കേട്ടോ, ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കൊണ്ടാണ് അലീന കൊടുത്ത ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബബിതയല്ല സോറി
കൃഷ്ണമോൾ ഇത് ബാലചന്ദ്രനോട് പോയി പറഞ്ഞിട്ട് ഒരു സൂത്രം കാണിച്ചു തരാം അച്ഛാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കും. അച്ഛൻ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിട്ട് കാണിച്ചു കൊടുക്കുക. അലീന ഇങ്ങനെ വാരി കൊടുക്കുകയും അലീന ഓരോ കാര്യങ്ങളോട് രോഹിത്തിനോട് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്. കാരണം അലീനയെ രോഹിത്ത് മനസ്സിലാക്കി തുടങ്ങിയല്ലോ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കണ്ണുകടിക്കുന്ന ഒരാളുണ്ട് അവിടെ, നമ്മുടെ വൈജ അവിടെ തന്നെ ഉള്ള ആളാണല്ലോ. വൈജ ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ അലീനയ്ക്ക് ഡ്രസ്സ് കൊടുത്തത് ബബിതയാണെന്ന് അറിഞ്ഞു. അപ്പം അത് ഭയങ്കര ദേഷ്യം, ആ ഒരു ദേഷ്യം ഒരു സൈഡിൽ നിൽക്കുക. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ രോഹിത്തിന് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അമ്മയ്ക്ക് അതിന് സാധിച്ചില്ലല്ലോ. രോഹിത്തേട്ടനും ബബിതേച്ചിയൊക്കെ അലീനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മയല്ലേ തെറ്റുകാരി എന്നുള്ള രീതിയിൽ ബബിതയും സംസാരിക്കാം. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും നീ അവിടെ നിക്കടി, നീ എന്താടി പറയുന്നത്? നീയും നിന്റെ അച്ഛനും നിന്റെ ചേച്ചിയും ആങ്ങളെയും ഒക്കെ കൂടി അവളെ ഇവിടെ കയറ്റി ഇരുത്തിക്കോ, ഞാൻ ഇറങ്ങി പൊക്കോളാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് മാടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ പിന്നെയും തുടങ്ങി കേട്ടോ. കൃഷ്ണ പറഞ്ഞു കാര്യമില്ല, ഒരു കാര്യമില്ലമ്മേ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ടെന്നല്ല, അങ്ങ് ദൈവം തമ്പുരാൻ വന്നാലും നടക്കത്തൊന്നുമില്ല. അമ്മയ്ക്ക് നാണമില്ല, അമ്മയ്ക്ക് 40-45 വയസ്സായില്ല, അമ്മയ്ക്ക് മൂന്ന് മക്കളില്ലേ, പെട്ടെന്ന് 4 നമ്മുടെ കൃഷ്ണയുടെ വായിൽ വന്നിട്ട് പെട്ടെന്ന് 3 മക്കളില്ലേ. എന്നിട്ട് അമ്മയ്ക്ക് ലേശം ബോധവും വിവരവും, എന്റെ അത്രവും പോലും ലേശം ബോധവും വിവരവും ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മൂക്കിൽ കൈവയ്ക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയ്ക്ക് വീണ്ടും ദേഷ്യം അലീനയോട് തന്നെ കൂടി വരികയാണ് കേട്ടോ. കാരണം അലീന കാരണമാണല്ലോ താൻ ഇവിടെ ഒരു അധികപ്പറ്റായിട്ട് മാറിയത് എന്നൊക്കെ ഓർത്തിട്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിതയോടും കൃഷ്ണമോളോടും രോഹിത്തിനോടും ഒരുമിച്ച് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പം പോകുന്ന ഈ റൂട്ട് തന്നെയാണ് മക്കളെ നല്ലത്. കാരണം അലീന ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഈ അച്ഛന് തെളിയിച്ചു തരേണ്ടി ഒന്നും വന്നില്ലല്ലോ. അത് അവള് തന്നെ അവളുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിയില്ലേ. അവള് പറയുന്നത് കേട്ട് അവളുടെ പറയുന്ന അനുസരിച്ചൊക്കെ പോവുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ബെറ്റർ. നിങ്ങളുടെ സ്വന്തം ചേച്ചിയായിട്ട് കണ്ടാൽ മതി, നിങ്ങളുടെ രക്തം തന്നെയാണ് നിങ്ങളുടെ ചേച്ചിയായിട്ട് കണ്ടാൽ മതി. അവള് ഈ വീട്ടിലെ വേലക്കാരി എന്ന ഇതോ അതുപോലെ ഹോം നേഴ്സോ അങ്ങനെ ഒന്നും കാണരുത്, നിങ്ങളുടെ ചേച്ചിയായിട്ട് തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഏതായാലും അവർക്ക് എല്ലാവർക്കും നമ്മുടെ അലീനയോട് സ്നേഹം കൂടി വരുന്തോറും വൈജയ്ക്ക് അലീനയോട് ദേഷ്യം എന്താ പറയാ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണേ. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് മാത്രമേ വൈജയ്ക്കുള്ളൂ. പക്ഷെ സ്വയമേ ഇപ്പം ഡ്രൈവ് ചെയ്ത് പോകാറോ ഒന്നും ആയിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി സമാധാനത്തിന് ഇരുന്നേനെ നമ്മുടെ വൈജ. ഇത് കാണണ്ടല്ലോ. അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. ഇന്നത്തെ രാവിലത്തെ വിശേഷം ഞാൻ പ്രമോ വിശേഷമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡിലേ ആയിരുന്നു വിശേഷം. ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇന്ന് കൂടുതലും ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ചെയ്തത്. അലീനയുടെ ശുശ്രൂഷയൊക്കെ ആയിരുന്നു, അത് മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ മിക്ക കാര്യങ്ങളൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന വിശേഷമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കറക്റ്റ് വിശേഷം ഇന്ന് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ രാവിലെ പ്രമോ വിശേഷമൊക്കെ ആയിട്ട് വന്നത്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ലൈവായിട്ട് തന്നെ നമുക്ക് ഒരാളെ കമന്റ്സ് ഇടുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ സമ്മാനം കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നത് നമ്മുടെ 3 ചാനലും കൂടെ വെച്ച് നോക്കിയിട്ടാണ്. നമുക്ക് 3 ചാനലുണ്ട്. 3 ചാനലിലും കമന്റ്സ് ഇടുന്നത്. കമന്റ്സ് മാത്രം ഇടുന്നതല്ല, ഹൈപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ലൈക്കും വീഡിയോ ഫുള്ള് വാച്ചും ചെയ്തവർക്ക് മാത്രമാണ് കേട്ടോ ഈ അവസരം. അപ്പം അവർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പം ലൈവായിട്ട് നമുക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ചെയ്യാം കേട്ടോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ജിൽജിൽ ചിന്നുവിൽ തന്നെ നമുക്ക് ചെയ്തേക്കാം. കാരണം ഇതിലാണല്ലോ ജിൽജിൽ ചിന്നുവിലാണല്ലോ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ളത്. അതിൽ നമുക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലായിരിക്കും നമ്മൾ ലൈവ് ഇടുക കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നാളെ രാവിലെ കാണാം. ടാറ്റാ, ബൈ ബൈ.